ഹലോ ഗായ്സ്, ഞങ്ങളിന്ന് ഇത് ആലുവയാണ് കേട്ടോ. ആലുവ പാലാണ്. ഞങ്ങളിന്ന് എൻ്റെ ചെറിയമ്മയുടെ ബർത്ത്ഡേ ആണ്, പിറന്നാളാണ്. അപ്പോൾ അതിനായിട്ട് ഞങ്ങൾ തൃശ്ശൂർക്ക് പോവുക കേട്ടോ. എൻ്റെ വീട് ഞാൻ പറഞ്ഞല്ലോ ഗുരുവായൂരാണ്. അപ്പോൾ തൃശ്ശൂർ പൂങ്കുന്നത്ത് ഒരു മഠമുണ്ട്. ആ മഠത്തിൽ വെച്ചാണ്, അവിടെ ഒരു ഹാളുണ്ട്. ആ ഹാളിൽ വെച്ചിട്ടാണ് നമ്മുടെ ഫങ്ഷൻ നടക്കുന്നത്. അപ്പോൾ അവിടേക്ക് ഞങ്ങൾ പോവുകയാണ്. അപ്പോൾ എൻ്റെ അമ്മയുടെ വീട്ടുകാരെല്ലാവരും ഉണ്ടാകും. അപ്പോൾ എല്ലാവരും ഒരുമിച്ച് കാണാമല്ലോ. അല്ലാതെ നമ്മുടെ വീട്ടിലേക്ക് ഓരോരുത്തരായിട്ട് എന്തായാലും വരാൻ പോകുന്നില്ല. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും ഫങ്ഷൻ ഉണ്ടെങ്കിലാണ് എനിക്ക് എൻ്റെ വീട്ടുകാരെല്ലാവരും കാണാൻ പറ്റുക. എൻ്റെ അമ്മയുടെ ചെറിയമ്മമാർ, അവരുടെ മക്കൾ അങ്ങനെ എല്ലാവരും എത്തിയിട്ടില്ല. കുറേ പേരൊക്കെ എത്തിയിട്ടുണ്ട്. കുറേ പേരൊക്കെ അവിടെ ഇവിടെയൊക്കെയാണ്, ഫോറിനിലും അവിടെയൊക്കെ ആണ്. അമേരിക്കയിലുണ്ട്, US-ലുണ്ട്, അവിടെ എവിടെയൊക്കെ ഉണ്ട്. അപ്പോൾ വരാൻ പറ്റിയവരൊക്കെ എല്ലാവരും വന്നിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ, ഇനി ഒരുപാട് പേര് വരാനുമുണ്ട്. അപ്പോൾ നോണൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ നോണൊന്നും വയ്ക്കാറില്ല, സദ്യ മാത്രമാണ്. അപ്പോൾ അവിടെ രാഘവേന്ദ്ര മഠം എന്ന് പറഞ്ഞിട്ടൊരു മഠമുണ്ട്. അവിടെ വെച്ചിട്ടാണ് സദ്യയൊക്കെ നടത്തുന്നത്. ഇവരുടെ വീട് പൂങ്കുന്നത്താണ്, തൃശ്ശൂർ പൂങ്കുന്നത്താണ് ഇവർ താമസിക്കുന്നത്, ചെറിയമ്മ താമസിക്കുന്നത്. പിന്നെ അവിടെ തന്നെ വേറെ സ്ഥലത്ത് 3 പെൺമക്കളാണ് ചെറിയമ്മയ്ക്ക്. അപ്പോൾ അവരെല്ലാവരും വേറെ ഓരോ സ്ഥലത്ത്. ഒരു ഇളയ മോള് ദുബായിലാണ്. അവളുടെ മൂത്ത മകൻ പൈലറ്റാണ്. രണ്ടാമത്തെ മോള് മെഡിസിൻ പഠിക്കുകയാണ്. അത് ഫസ്റ്റ് ഇയർ ആയിട്ടേ ഉള്ളൂ, 1 വർഷം കഴിഞ്ഞതേ ഉള്ളൂ. അപ്പം എന്തായാലും ഞങ്ങൾ അവിടെ എത്തി. നല്ല മഴ എന്ന് പറഞ്ഞാൽ അടിപൊളി മഴയും. പിന്നെ തൃശ്ശൂർ ഭാഗത്തേക്ക് അങ്ങോട്ട് ചാലക്കുടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റോഡ് വെറും വൃത്തികെട്ട റോഡ് എന്ന് പറഞ്ഞാൽ ഇത്ര വൃത്തികെട്ട റോഡ് ഞാൻ കണ്ടിട്ടില്ല. അതേമാതിരിയാണ് ചെളിയും. ഞങ്ങളുടെ കാറിൽ ചെളി കൊണ്ട് ശരിക്കും അഭിഷേകം ചെയ്തു. ഫുള്ള് ചെളിയായിരുന്നു. പിന്നെ ഗ്ലാസ് ഇട്ടായിരുന്നു, നമുക്ക് അകത്തേക്ക് പ്രശ്നം ഉണ്ടായില്ല എന്ന് മാത്രം. അതേമാതിരിയായിരുന്നു അവിടെ. ഇങ്ങനെയൊക്കെയോ ആണ് അവിടെ എത്തിപ്പെട്ടത് കേട്ടോ. അത്രയ്ക്കും ബുദ്ധിമുട്ടാണ്. ജനങ്ങൾ ദുരിതം തന്നെയാണ്. ദുരിതം എന്ന് പറഞ്ഞാൽ ദുരിതക്കയത്തിലാണ് എല്ലാവരും. അതിൽ യാത്ര ചെയ്യുന്നവർ ശമിക്കാതെ പോകാൻ പറ്റില്ല. അത്രയും വൃത്തികെട്ട റോഡും വഴിയൊക്കെ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ തൃശ്ശൂർ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല റോഡാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല റോഡാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഇത് ആലുവയാണ് കേട്ടോ. ഇവിടുന്ന് ആലുവയിൽ നിന്നാണ് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെയൊന്നും പ്രശ്നമില്ല. ചില സ്ഥലത്തൊക്കെ ഉണ്ട്. പിന്നെ മഴ പെയ്തിട്ടുണ്ടെങ്കിൽ പല സ്ഥലത്തും പല പ്രശ്നങ്ങളൊക്കെ വരും. അപ്പോൾ ഇതൊക്കെ ആലുവയാണ്, ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കഴിഞ്ഞിട്ട് ഇപ്പം ഞങ്ങൾ സദ്യ ഉണ്ട്, അവിടെ എത്തി സദ്യ ഒന്നാണ്. പിന്നെ കൂടുതലൊന്നും ഞാൻ കാണിച്ചില്ല. ചെറിയമ്മയുടെ ഫോട്ടോ കാണിക്കണം അല്ലേ. അപ്പോൾ സദ്യ എന്ന് പറഞ്ഞാൽ എല്ലാ കറികളും ഉണ്ടായിരുന്നു. സാധാരണ സാമ്പാർ, അവിയൽ, ഇഞ്ചിക്കറി, നാരങ്ങാക്കറി, ഉപ്പേരി, ശർക്കര ഉപ്പേരി, പിന്നെ കൂട്ടുകറി, പരിപ്പ്,